ബ്രേക്കിംഗ് അലാം മണി മുഴങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ ബ്രേക്കിംഗ് വാർത്തയുടെ ആദ്യത്തെ മണി മുഴങ്ങി. ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ഉള്ളത് റോഷി പാലാണ്, തിരുവനന്തപുരത്ത് നിന്നും. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയുമായിട്ടാണ് റോഷി നിൽക്കുന്നത്. നമുക്ക് റോഷിയുടെ തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് ആ ബ്രേക്കിംഗ് വാർത്തയെന്ന്. റോഷി പറഞ്ഞാട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുന്നു. മണി മുഴങ്ങിക്കഴിഞ്ഞു, ഇനി ആ വാർത്ത വന്നാട്ടെ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തിരുവനന്തപുരം മൃഗശാലയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു തുടർവാർത്തയാണ്. നമുക്കറിയാം, പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ മലിനജലം തിരുവനന്തപുരം മൃഗശാല പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിട്ട സംഭവം, അത് ആമയിഴഞ്ചാൻ വഴി അറബിക്കടലിലേക്ക് എത്തുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരിക്കൽ കൂടി നോട്ടീസ് നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം മൃഗശാലയ്ക്ക്. എത്രയും പെട്ടെന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണം. അത് എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാക്കുക എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് അടിയന്തരമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമർപ്പിക്കണം എന്ന അന്ത്യശാസനം കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഈ മാസം 20-നാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസിൻ്റെ പകർപ്പ് കൂടി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ കൃത്യമായ ഒരു വാണിംഗ് അതിൽ നൽകുന്നുണ്ട്. കുറ്റകരമാണ് മൃഗശാല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ്, അത് കുറ്റകരമാണ്, അത് ശിക്ഷാർഹമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കത്തിലുണ്ട് എന്നതാണ്. കാരണം ഇത് 3-ാം വട്ടമാണ് മൃഗശാലയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇങ്ങനെ ഒരു കത്ത് നൽകുന്നത്. കാരണം മൃഗവിസർജ്യമടക്കം മാരകമായ രോഗങ്ങളുള്ള മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെയാണ് പൊതു അഴുക്കുചാലിലേക്ക് തള്ളുന്നത്. ഏതാണ്ട് 10 കിലോമീറ്ററിലൂടെ ആ മലിനജലം ഒഴുകി, അതും ജനവാസ മേഖലയിലൂടെ ഒഴുകിയാണ് അത് ആമയിഴഞ്ചാനിലേക്കും പിന്നീട് ആക്കുളം കായൽ വഴി അറബിക്കടലിലേക്കും എത്തിച്ചേരുന്നത്. അത് വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും, ആരോഗ്യ പ്രശ്നമുണ്ടാക്കും എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെടാൻ പ്രധാനപ്പെട്ട കാരണം. ഇതിനു പുറമെ നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം കോർപ്പറേഷൻ 1.5 ലക്ഷം രൂപ മൃഗശാലയ്ക്ക് പിഴയും ചുമത്തിയിരുന്നു. ഏതായാലും ഈ മാസം 31-നകം തന്നെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് മന്ത്രി ചിഞ്ചുറാണി റിപ്പോർട്ടിനോട് പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന വിശദീകരണമാണ് മൃഗശാല നൽകുന്നത്. 6 വർഷക്കാലം തിരുവനന്തപുരം മൃഗശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിച്ചില്ല. അത്രയും കാലം ഏതാണ്ട് പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ മലിനജലമാണ് ഇവിടെ അഴുക്കുചാലിലേക്ക് തള്ളിവിട്ടത് എന്ന CETയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ, അതും ശാസ്ത്രീയ പഠനത്തിലാണ് അത് തെളിഞ്ഞത്. ഈ വെള്ളത്തിലാകട്ടെ ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു അരുൺകുമാർ. ഈ സാഹചര്യത്തിൽ കൂടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ അന്ത്യശാസനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അരുൺകുമാർ. ഈ അന്ത്യശാസനമൊക്കെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ലതും നടക്കുമോ അവിടെ? ഈ 30-ാം തീയതിക്ക് മുമ്പ് കാര്യങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 29-ആയി. അരുൺകുമാർ, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്വകാര്യ ടീമിനെ ഏൽപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി അവിടെ പുതിയ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന പരിശോധന നടത്തിയിരുന്നു. അവിടെ ഖരമാലിന്യമടക്കം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറേ ഖരമാലിന്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇത് യാഥാർത്ഥ്യമാക്കുന്നില്ലെങ്കിൽ പ്രതിദിനം ഈ മലിനജലം കോർപ്പറേഷൻ എടുക്കാം, അത് അവിടെ നിന്നും എടുത്തു മാറ്റാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കാണാനുള്ള സപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അഥവാ ഇനി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിദിനം മുട്ടത്തറയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് കോർപ്പറേഷൻ ഈ മലിനജലം അങ്ങോട്ടേക്ക് എടുത്തു മാറ്റാം എന്നാണ് ഒടുവിൽ പറഞ്ഞത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു ദിവസം കൂടിയുണ്ട് മൃഗശാലയ്ക്ക് മുന്നിൽ. ഇത് വലിയ രീതിയിൽ നഗരത്തിലെ ആളുകളെ വല്ല ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കിണർ ഉൾപ്പെടെ മലിനമാകുമോ എന്നതടക്കമുള്ള ഒരു ആശങ്കയാണ് പ്രധാനമായും. ആളുകൾക്ക് ടെൻഷനാവും. വുഹാനൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ, അപ്പോൾ കോവിഡൊക്കെ. താങ്ക് യു റോഷിയാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. ആ വാർത്തയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നു. അന്ത്യശാസനം നൽകുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തലസ്ഥാന നഗരിയിലെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട സൂ കാഴ്ചബംഗ്ലാവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 6 വർഷമായി പ്രവർത്തിച്ചു. അവിടെയുള്ള മാലിന്യമടങ്ങിയ ബാക്ടീരിയയുടെയൊക്കെ സാന്നിധ്യമടങ്ങിയ വെള്ളം നഗരമധ്യത്തിലേക്ക് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടു. 1.5 ലക്ഷം ലിറ്റർ. ഇതാണ് തലസ്ഥാന നഗരിയിൽ സംഭവിച്ചത്. കോവിഡ് വന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാർക്കറ്റിൽ ഏതോ വന്യജീവിയുടെ ശരീരത്തിൽ നിന്നാണ് ഈ കോവിഡ് വൈറസ് ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതൊക്കെ മൃഗജന്യ രോഗങ്ങളാണ്. ബാക്ടീരിയയും നിപ്പയും ഒക്കെ, ഈ പറയുന്ന നിപ്പയും കോവിഡും ഒക്കെ ഇങ്ങനെ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പകരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്രയും കടുത്ത അനാസ്ഥ മൃഗശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ നടപടിയാവുന്നു. 30-ാം തീയതി മുമ്പിൽ അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്ഥാപിച്ചിട്ട് പറയാം സ്ഥാപിച്ചു എന്ന്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ആ വാർത്ത റിപ്പോർട്ടർ TV ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്.